ഇനി ഇറക്കത്ത് ഞാൻ വാഹനത്തെ സൈഡ് ചേർത്ത് ഇതുപോലെ വൈറ്റ് ലൈനിൻ്റെ വെളിയിൽ നിർത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ പാർക്കിംഗ് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റി കിട്ടും. കാരണം വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ലൈനിൻ്റെ വെളിയിലാണ്, റോഡ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ പെറ്റി കിട്ടും. അത് തന്നെ അല്ലാതെ അപകടം വരുത്തുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം തിരക്കേറിയ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വാഹനം പെട്ടെന്ന് സൈഡിലേക്കൊന്ന് നിർത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വാഹനത്തെ ചേർത്ത് നിർത്താനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. ഒന്നെങ്കിൽ വണ്ടിയുടെ വേഗത കൂടിപ്പോകും. അപ്പോൾ സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇടിക്കും. ചിലപ്പം മുന്നിലൊരു വാഹനം ഉണ്ടായിരിക്കും, അതിന്റെ പുറകിലായിരിക്കും നമ്മൾ വാഹനം കൊണ്ടുപോയി നിർത്തേണ്ട സാഹചര്യം വരുന്നത്. വാഹനത്തിന്റെ ബാക്ക് സൈഡ് പലപ്പോഴും റോഡിന്റെ വെളിയിലായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാഹനം ശരിയായ രീതിയിൽ നിർത്താനായിട്ട് ഡ്രൈവിംഗിൽ ഒരു ബിഗിനർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തിരി ആക്സിലറേഷൻ ഞാൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയക്കണം. പുറകിൽ നിന്ന് വണ്ടിയില്ല, ഇങ്ങോട്ട് അയച്ചു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, സ്റ്റിയറിംഗ് നേരെയാക്കി, അതായത് ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് വാഹനത്തെ റോഡിലാക്കി. കണ്ടോ, ഇങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയെ കൺട്രോളിലാക്കി. അനാവശ്യമായിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. ഇനി വാഹനം ഞാൻ എടുക്കുന്നു, വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുന്നു. വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ചേർത്ത് ഇടുന്നു. ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കാലെടുക്കാം, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, എന്നിട്ട് വണ്ടി റോഡിൻ്റെ ഇടതാണെന്ന് ഉറപ്പ് വരുത്തുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി തേർഡ് ഗിയറിലൊക്കെ വരുന്ന സമയത്ത് ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും വണ്ടിയുടെ കൺട്രോള് കയ്യിൽ നിന്ന് പോകും, വാഹനത്തിന് വേഗത കൂടും. അപ്പോൾ തേർഡ് ഗിയറിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് അവിടെ ബ്രേക്കിൻ്റെ യൂസ് വരേണ്ട സാഹചര്യങ്ങളിൽ നേരത്തെ വരിക. ഇപ്പോൾ ഒരു ഇറക്കം കൂടിയ റോഡ് ഇറങ്ങുവാണ്, ഞാൻ എൻ്റെ കാല് ബ്രേക്കിൽ വന്നിട്ട് പതിയെ കൊള്ളിച്ച് ചവിട്ടി വാഹനത്തിൻ്റെ വേഗതയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ഇത്തിരി കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ഉപയോഗിച്ച് സ്പീഡിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടണം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വാഹനം നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, മെല്ലെ ബ്രേക്കിലേക്ക് കാല് വരിക. ചവിട്ടി നിർത്തേണ്ട കാര്യമില്ല, ബ്രേക്കിലേക്ക് ഇതുപോലെ ചുമ്മാ കാലെടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കണം. മനസ്സിലായോ? എന്നിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക. ബ്രേക്ക് ചുമ്മാ കാല് വെച്ചാൽ മതി, ചവിട്ടി നിർത്തേണ്ട ആവശ്യമേ ഇല്ല. ഇതുകൊണ്ടോ വണ്ടി ഈ ഒരു റണ്ണിങ് ഇതുപോലെ ഉരുണ്ട് പരമാവധി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം. ലെഫ്റ്റ് പിടിച്ച് ഞാൻ ചേർക്കുന്നു. എന്നിട്ട് ഇവിടെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്. അല്ലാതെ ഒറ്റയടിക്ക് വന്ന് തിരിഞ്ഞ് നിർത്താൻ നോക്കരുത്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് ഈ ശരിക്കും പറഞ്ഞാൽ വെളിയിലാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നത് വണ്ടി ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് ചേർത്തു. ലെഫ്റ്റ് ചേർത്തിട്ട് ഇവിടെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു ചെറിയൊരു ഒരു റിഫ്ലക്ടർ വെച്ചൊരു തൂണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഈ തൂണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാഷ്ബോർഡ് ഏരിയയുടെ ഏകദേശം സെൻറ്റർ ഭാഗത്താണ് തൂണ് കാണുന്നത്. അപ്പോൾ സൈഡിലുള്ള ഒബ്ജക്റ്റ് ഭിത്തി ആയിക്കോട്ടെ, തൂണായിക്കോട്ടെ, ഈ ഏകദേശം ഈ ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പതിയെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. ഇതുപോലെ വലത്തെ സൈഡിലേക്ക് ഫുൾ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്, ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക. എന്നിട്ട് ക്ലച്ച് അയക്കുക, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടോ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചേരുകയാണ്. ഇനി ഇങ്ങനെ ചേർന്ന് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഒന്നും കൂടെ നേരെയാക്കി കൊടുക്കണം. അതായത് നേരെ തിരിച്ച് ഇങ്ങനെ പിടിക്കുക. അതായത് ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയാകും. മനസ്സിലായോ? എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ വാഹനത്തെ നിർത്തുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നേരെയാക്കി നിർത്തുക. എന്നാൽ നമുക്ക് ഇറക്കം കൂടിയ ചില റോഡുകളിലും നമ്മുടെ വാഹനം സൈഡ് ഒതുക്കി നിർത്തണം. ഇവിടെ ഒരുപാട് പേർക്ക് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകും. ഇറക്കത്ത് കൊണ്ടുപോയി വണ്ടി ഒരു സൈഡ് ഒതുക്കി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്കിലേക്കും ക്ലച്ചിലും ചവിട്ടുമ്പോൾ വണ്ടിയുടെ വേഗത കൂടിയിട്ട് വണ്ടി പോയി ഒരു സൈഡിലേക്ക് ഇടിക്കുന്ന പോലെ ഒരു പ്രശ്നം വരാറുണ്ട്. ഇനി ഇറക്കത്ത് ഞാൻ വാഹനത്തെ സൈഡ് ചേർത്ത് ഇതുപോലെ വൈറ്റ് ലൈനിൻ്റെ വെളിയിൽ നിർത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ പാർക്കിംഗ് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റി കിട്ടും. കാരണം
വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ലൈനിൻ്റെ വെളിയിലാണ്, റോഡ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ പെറ്റി കിട്ടുക. അത് തന്നെ അല്ലാതെ അപകടം വരുത്തുന്ന ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ട് നമുക്ക് സൈഡ് ചേർത്ത് വാഹനത്തെ നിർത്താനായിട്ട് ഏത് സാഹചര്യത്തിലും കഴിയണം. അതിന് ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഈ ഒരു വളവ് കയറി നേരെ വരുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡും പിന്നെ ഒരു ഇറക്കത്തോട്ടാണ് നമ്മുടെ വാഹനം വരുന്നത്. അപ്പം ഞാൻ അവിടെ കൃത്യമായിട്ടും എൻ്റെ വാഹനം സൈഡ് ഇറക്കത്ത് ഞാൻ നിർത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇറക്കത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അവിടെ നിങ്ങൾ ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വരുന്ന ഗിയർ, ഇപ്പം നമ്മൾ വണ്ടി ഒതുക്കി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ 4th ഗിയറിലാണ് വരുന്നത്, ഞാൻ സൈഡ് ഒതുക്കി നിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ഒരു ഗിയർ അങ്ങ് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4th-ലാണെങ്കിൽ 3rd ഗിയറിലേക്ക് അങ്ങ് ഇട്ടേക്കുക. എന്നിട്ട് ഇടത്തെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് നിങ്ങളുടെ കാല് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇനി നിങ്ങളിത് ഇവിടെ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത് ഇവിടെ ഒരു നമുക്ക് ഇറക്കം കൂടി ഒരു സൈഡുണ്ട്. ഇവിടെ നമ്മുടെ വാഹനം സൈഡ് ചേർത്ത് നിർത്തണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി പിടിക്കണം. എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം? ബ്രേക്കേ വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുക, നല്ല രീതിയിൽ സ്ലോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒതുക്കുക. ഇത് നമുക്ക് ഇറക്കത്ത് ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് എളുപ്പമാണ്. ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇറക്കത്താണ് വണ്ടി നിൽക്കുന്നത്, ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. ബ്രേക്കേന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങിക്കോളും. അപ്പം ഞാൻ ബ്രേക്കേന്ന് അയച്ച് ഈ റോഡിൻ്റെ ലെഫ്റ്റ് കോർണർ ഞാൻ നോക്കുകയാണ്. ഇപ്പോൾ എനിക്കിത് ഈ ലെഫ്റ്റ് കോർണർ കാണാം, ആ സൈഡിലുള്ള കെർബുകളൊക്കെ കാണാം. അപ്പം വീണ്ടും സ്റ്റിയറിങ്ങിനെ ഈ സൈഡിലേക്ക്, ഇടത്തെ സൈഡിലേക്ക് നമ്മൾ ഒടിച്ചു പിടിച്ചിട്ട് പരമാവധി എൻ്റെ വണ്ടി ലെഫ്റ്റ് കെർബിനോട് ചേർത്ത് വരികയാണ്. നിങ്ങൾ നോക്കിയേ, ബ്രേക്ക് അയച്ച് ഇങ്ങോട്ട് ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വണ്ടിയുടെ ബാക്ക് ശ്രദ്ധിക്കണം. ഇത്രയും നിങ്ങളിവിടെ ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ബാക്ക് നേരെയാകുക എന്നുള്ളതാണ്. വണ്ടിയുടെ ബാക്ക് നമുക്ക് നേരെ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട്, അതായത് ഇടത്ത് വന്ന് നമ്മളുടെ വാഹനം ഇവിടുന്ന് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കണം. ഇതിങ്ങനെ എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൃത്യമായിട്ട് ഈ ലൈൻസിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്കിതുപോലെ പാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ വൈറ്റ് ലൈൻ കണ്ടോ? ഈ വൈറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ ചേർത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം വീതിയുള്ള റോഡിൽ U-turn എടുത്ത് പോകാനായിട്ടൊക്കെ എളുപ്പം വരും. മനസ്സിലായോ? ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പാർക്ക് ചെയ്യും. ഇനി ഇവിടുന്ന് വണ്ടി എടുക്കാനും പല ആൾക്കാർക്കും അറിയത്തില്ല. ഒരു ഇറക്കത്ത് വണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേർക്ക് ധാരണയില്ല. ഇറക്കത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക. നമുക്ക് എപ്പോഴാണെങ്കിലും റോഡിലേക്ക് വണ്ടി പ്രവേശിക്കണം. അതിന് ചെയ്യേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബ്രേക്കിന്ന് ആദ്യം അങ്ങോട്ട് അയച്ച് നമ്മൾ മെല്ലെ ഇത് വലത്തെ സൈഡിലേക്ക് പിടിച്ച് റോഡിലേക്ക് ഇങ്ങനെ കയറുന്നു. പുറകെ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ഇങ്ങനെ കയറി. ഇപ്പോൾ വണ്ടി നിങ്ങൾ നോക്കി, ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിന്ന് അയച്ചിട്ടുമുണ്ട്, വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ ഉരുളുന്ന സമയത്ത് സെക്കൻഡ് അങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് വീണ്ടും വേണം നമുക്ക് തേർഡും കൂടെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലച്ചിൽ നിന്ന് അങ്ങ് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ ഗിയറിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. മനസ്സിലായോ? കാരണം 3ാമത്തെ ഗിയറിലേക്ക് വരുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അതിൻ്റെ റീസൺ എന്താണ്? ഓൾറെഡി ഇറക്കത്തെ വണ്ടി റണ്ണിങ് ആണ്. പിന്നെ നമുക്ക് വരാനായിട്ട് ലേറ്റൻസി ആകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 3ാമത്തെ ഗിയറിലേക്ക് വാഹനവുമായിട്ട് വരാനായിട്ട് കഴിയും. വീണ്ടും നമുക്ക് കയറ്റത്താണ് ഒരു വണ്ടി പാർക്ക് ചെയ്തെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് സൈഡ് ഒതുക്കി എനിക്ക് നിർത്തണം. ഞാനിത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. അപ്പോൾ കയറ്റത്ത് ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും ഗിയർ ഡൗൺ ചെയ്ത് സൈഡ് ഒതുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ എനിക്കിവിടെ സൈഡ് ഒതുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3rd ഒതുക്കാൻ പാട് വരും. നമുക്ക് 2nd ഫസ്റ്റോ നിർബന്ധമായിട്ട് വരണം. അതിന് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, 2nd ഗിയറിലേക്ക് ചേർത്തിടുന്നു. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തിട്ട് എവിടെയാണ് വണ്ടി ഒതുക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് ഇവിടെ ഒതുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫസ്റ്റ് കൊടുക്കും. എന്നിട്ട് പരമാവധി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം വരുവാണ്. എന്നിട്ട് പരമാവധി ഈ റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് ഈ ഒരു ഭിത്തിയുടെ അടുത്തേക്ക് എൻ്റെ വണ്ടിയുടെ ഈ ഫ്രണ്ട് ചേർക്കാണ്. ഇത് കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം പരമാവധി ഇങ്ങോട്ട് വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കും. കണ്ടോ? എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ബാലൻസ് ചെയ്യുക. അതായത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും ബാലൻസ് ചെയ്തിട്ട് പിന്നെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കും. ഇപ്പോൾ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് ഒരു റൗണ്ട് ഒരു റൗണ്ടും കൂടെ പിടിച്ചാൽ സ്റ്റിയറിങ് നേരെയാവും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ നമ്മളുടെ ഈ ഒരു ഡ്രൈവിംഗ് ടിപ്സ് ചാനൽ യൂസർ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ വാഹനങ്ങളുടെ നിങ്ങളുടെ വണ്ടികൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങളാണ് റിവ്യൂയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.